ഇന്ന് നമ്മൾ പോണത് ഷാർജ ഖൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡൻസിലേക്കാണ്. അപ്പോൾ ഈ മാസം ഏകദേശം ജനുവരിയാണ്. ജനുവരി ഏകദേശം ഉച്ച സമയത്താണ് നമ്മൾ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ അവിടം വരെയുള്ളൊരു ട്രാവലിങ്, പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഗാർഡൻസിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് E611 ദുബായിയുടെ എമിറേറ്റ്സ് റോഡ് എന്ന് പറയുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ റോഡ് ദുബായ് മുതൽ റാസ് അൽ ഖൈമ വരെ നീണ്ട് കിടക്കുന്ന ഒരു ഹൈവേ ആണ്. അപ്പോൾ ഏകദേശം 4, 5, 6, 7 ലൈനോളം ഈ ഒരു റോട്ടിലുണ്ട്. അപ്പോൾ ദുബായിൽ ഈ റോഡിൻ്റെ സ്പീഡ് ഒരു 110 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില എമിറേറ്റ്സിൽ ഇതിൻ്റെ സ്പീഡ് 120 ഒക്കെയാണ്. അപ്പോൾ ഇത് ബൈപ്പാസ് റോഡ് എന്നും ഇതിനെ പറയും. കാരണം ഇത് ഒരു സിറ്റിയുടെ ഇടയിൽ കൂടെയും പോകില്ല. ഇത് സിറ്റിയുടെ പുറത്തിൽ കൂടെ റൗണ്ട് അടിച്ചിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും സിറ്റിയുടെ ഒരടുത്തൊക്കെ എത്തണ സമയങ്ങളിൽ ചിലപ്പോൾ ആ റോട്ടിലൊന്ന് തിരക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു E611 നമ്മൾ പിന്നെ ഒമാൻ റോട്ടിലേക്ക് കയറും. അതായത് ഈ കൽവ എന്ന് പറയുന്നത് ഒരു ഒമാൻ ബോർഡറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒമാൻ രജിസ്ട്രേഷൻ്റെ വണ്ടികളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയുടെ ഉള്ളിൽ കൂടെ അല്ലാത്ത കാരണം ഈ റോഡിൻ്റെ 2 സൈഡും നമുക്ക് കുറേയൊക്കെ മരുഭൂമി തന്നെയാണ് കാണാൻ പറ്റുക. അതുപോലെ ദുബായിയുടെ ഒക്കെ പ്രാന്ത പ്രദേശങ്ങളിൽ കൂടെയാണ് നമ്മൾ പോവുക. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനുവരി ആയ കാരണം അധികം ചൂടൊന്നുമില്ല. ഉച്ച സമയമാണെങ്കിലും കുറച്ച് തണുപ്പൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഒരു സ്ഥലം നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലമായ കാരണം അങ്ങനെ കുറേ സിറ്റീസൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഫുഡിൻ്റെ സ്ഥലമൊന്നും കണ്ടില്ല. എന്നാലും ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയണ ലാംഗ്വേജ് അറിയില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ അറബിക്കും അറിയില്ല. അതുകൊണ്ട് ഓർഡർ ചെയ്യാനും പൈസ കൊടുക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഹജർ പർവ്വത നിരയുടെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹജർ പർവ്വത നിരകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒമാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് UAEയുടെ ഒരു എൻഡ് വരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ ഏകദേശം 700 കിലോമീറ്ററോളം ഈ ഒരു മൗണ്ടൈൻ്റെ ലെങ്ത് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ നിന്ന് വരണ സമയത്ത് നമ്മൾ ഈ ഒരു ഹജർ മൗണ്ടെയ്ൻസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആവും വരിക. കാരണം അത്രയ്ക്കും നല്ല വലിയ മൗണ്ടെയ്ൻസ്, അതിൻ്റെ ഇടയിൽ കൂടെ പോണ റോഡ്, അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ഹജർ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ 3000 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ വാദികളുണ്ട്. പിന്നെ കുറേ ലൈം സ്റ്റോണിൻ്റെ കുറേ മൗണ്ടെയ്ൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ക്ലിഫ്സ് ഉണ്ട്. പിന്നെ കുറേ ഹിഡൻ ഒയാസിസുകളുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു മൗണ്ടെയ്ൻസ് ആണ് ഈ ഹജർ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഇവിടെ സിറ്റീനേക്കാളും കുറച്ച് ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഈവൻ ചൂട് കാലത്ത് പോലും ആൾക്കാർ അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതേപോലെ ഹോളിഡേയ്സിലൊക്കെ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരും. കാരണം ഇവിടെ ഓൾറെഡി ടെമ്പറേച്ചർ കുറവാണല്ലോ. ഇവിടെ ഒരു ഈ കൂളർ ടെമ്പറേച്ചർ ആയ കാരണം ഇവിടെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം ഫാമിലീസ് ഒക്കെ വന്ന് ഇവിടെ അതായത് ടെൻ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ രാത്രിയിലൊക്കെ താമസിക്കും, ഗ്രില്ല് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹൈക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ഒരു റോഡ് അതൊരു ഭയങ്കര സ്മൂത്ത് റോഡാണ്. നല്ലൊരു കൺസ്ട്രക്ഷനാണ് ഈ റോഡിൻ്റെ. ഇപ്പോൾ കുറേ കയറ്റങ്ങൾ, കുറേ ഇറക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്കും സ്മൂത്ത് റോഡാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടണൽ, ഇത് മൗണ്ടെയ്ൻസിൻ്റെ അടിയിൽ കൂടിയാണ് പോണത്. ഇപ്പോൾ ഈ ഒരു ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻസ് എത്തുന്നതാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടണൽസ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഒന്ന് നോക്കി നോക്കാം. ഹാങ്ങിങ് ഗാർഡൻസ് റൈറ്റ് സൈഡിലാണ് വരാൻ ചാൻസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. അയ്യോ, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാൻ മെയ്ഡ് വെള്ളച്ചാട്ടമാണ്. മേലേക്ക് പൈപ്പിൽ വെള്ളം അടിച്ചിട്ട് അവിടുന്ന് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇറക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മലയുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഇങ്ങനെ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് എൻട്രൻസിൽ കൂടെ എത്തിക്കണ്ട. ഇതാണ് ഹാങ്ങിങ് ഗാർഡൻസ് എന്ന് പറഞ്ഞ ഇതേക്കാണ്. നമ്മൾ എൻട്രൻസിലെത്തി. നമ്മൾ വരണത് അത്ര ഒരു ബിസി സമയമല്ലാത്ത കാരണം നമുക്ക് പാർക്കിംഗ് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്.
ഇവിടെ എങ്ങനെയാ പാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിന് 10 ദിറംസാണ്. അപ്പോൾ അത് സ്മാർട്ട് പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ആപ്പിൽ കൂടെ നമുക്ക് അതിൻ്റെ പൈസ അടയ്ക്കാം. അടച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 150 ഒക്കെ ഫൈൻ വരുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇത് ഹോളിഡേയ്സിൽ കൂടും, അല്ല വർക്കിംഗ് ഡേയ്സിൽ കുറയും എൻട്രൻസ് ഫീസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. ട്രെയിനിന് സെപ്പറേറ്റ് ഒരു 5 ദിറംസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എടുക്കണം. ഈ കാണണത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഏകദേശം ഒരു 200-220 ആൾക്കാർക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഗാർഡനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൗണ്ടെയ്ൻസും കാണാം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽസ് ഗാർഡൻസും കാണാം. അപ്പോൾ ഈ ഒരു ട്രെയിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ അഡീഷണൽ 5 ദിറം കൊടുത്തിട്ടാണ് ഈ ട്രെയിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഏകദേശം 55 ആൾക്കാർക്ക് അറ്റ് എ ടൈമിൽ ഈ ട്രെയിനിൽ കയറാം. അപ്പോൾ ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം 4 സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ നിർത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ ഒരു സ്റ്റേഷനിലാണ് നിർത്തിയിട്ടുള്ളൂ. പക്ഷെ 4 സ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റേഷൻ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കാണാം. ഒരെണ്ണം ഈ ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ മേലെയും ബാക്കി 3 ഈ ഗാർഡൻസിൻ്റെ, അതായത് താഴത്തെ ഭാഗത്തും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 750 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ മീറ്റർ ദൂരമുണ്ട് ഇതിൻ്റെ ഒരു ട്രാക്കിന്. അതായത് ഈ ട്രെയിൻ ഏകദേശം 3/4 കിലോമീറ്ററോളം ഈ ഗാർഡനെ റൗണ്ട് ചെയ്തിട്ടാണ് ഓടുന്നത്. വളരെ പതുക്കെയാണ് പോവുള്ളൂ ട്രെയിന്. പിന്നെ അതുപോലെ തന്നെ 2 സൈഡും അല്ലെങ്കിൽ ഫുൾ സൈഡും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്നാണ് ഇതിലേക്ക് എൻട്രൻസും അതുപോലെ തന്നെ അവിടെ തന്നെയാണ് ഇതിൻ്റെ എക്സിറ്റും വരണത്. ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1.6 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഇത്രയും ഒരു ഏരിയയിലാണ് അവർ ഈ ഒരു ഗാർഡൻ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹാങ്ങിങ് ഗാർഡൻസിൽ എല്ലാ ഏജിനെ പറ്റിയുള്ള ആൾക്കാർക്കുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് കുട്ടികൾക്ക് പാർക്ക്, അതുപോലെ തന്നെ വയസ്സായവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, അല്ലാതെ അങ്ങനത്തെ എല്ലാ ഏജുകാർക്കും, ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വന്നാലും അവർക്കുള്ള സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെസ്റ്റോറൻറ്റ്, അതായത് 220 ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. കാരണം ലേശം കോസ്റ്റ്ലി ആണെന്നുള്ളത് നമ്മളവിടുത്തെ മെനു ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റേഷൻ. കണ്ട അവിടെ ട്രെയിൻ നിർത്തിയില്ല. ഇപ്പം നമ്മൾ ഈ ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ മേലേക്ക് നമുക്ക് നടന്നിട്ട് കയറാം. അതായത് ഈ ഒരു മലയുടെ മേൽഭാഗത്തേക്ക് നടന്നിട്ട് കയറാം. അപ്പോൾ ഈ 2 സൈഡും ഫുള്ള് പൂക്കളാണ്. പല ടൈപ്പുള്ള പൂവുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പക്ഷികളുടെ സൗണ്ടായിരിക്കും. ഭയങ്കര നമുക്കൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോണൊരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു നല്ലൊരു വ്യൂ കിട്ടും. അതായത് ട്രെയിന്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബോർഡറാണ്. അപ്പോൾ ഈ ബോർഡറിൽ വരണത് നമുക്ക് ഒരു സൈഡ് കടലാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലും കാണാൻ പറ്റും. അപ്പോൾ കടല്, മല, ഹാങ്ങിങ് ഗാർഡൻസ്, ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അത്. ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം സീ ലെവലിൽ നിന്ന് 270 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെയും ചെറിയൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഏകദേശം 100 ആൾക്കാർക്കൊക്കെ ഇരിക്കാം. നല്ല ഒരു വുഡിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ്. നമ്മളവിടേക്ക് കയറിയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം. ഇത് ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. മേലെ പൈപ്പിൽ കൂടെ വെള്ളം കയറ്റി പിന്നെ കല്ലിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവരണതാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാം. നല്ല അടിപൊളി സൗണ്ടാണ്. അങ്ങനെ നമ്മൾ ഷാർജ ഹാങ്ങിങ് ഗാർഡൻസിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു അൽ ഹിഫയ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇത് ആ ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ വളരെ അടുത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററൊക്കെ
കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തും. ഇവിടെ വരണത് ഒരു ചെറിയൊരു ലേക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈക്കിംഗ് മൗണ്ടെയ്ൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് മൗണ്ടെയ്ൻസിലേക്ക് കയറുന്നില്ല. നമ്മൾ ആ ലേക്കും ആ ലേക്കിൻ്റെ ആ ഒരു ഫുട്പാത്തിൽ കൂടെ ഒക്കെ നമ്മൾ നടക്കണ ഒരു വീഡിയോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അൽ ഹിഫയ ലേക്ക് എന്ന് പറയുന്നത് ഏകദേശം 1.42 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു ലേക്കാണ്. അതായത് 155 മില്യൺ ഗാലൻസ് ഓഫ് വാട്ടർ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഏകദേശം 4 മീറ്ററാണ് ഇതിൽ ഡെപ്ത് ഉള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഈ കാണുന്ന മലയിലൊക്കെ ഹൈക്കിംഗ് ഉണ്ട്. പല ലെവൽ, അതായത് സിമ്പിൾ ഹൈക്കിംഗ് മുതൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവൽസ് വരെ ഈ ഹൈക്കിങ്ങിലുണ്ട്. നമ്മളെന്തായാലും മലയുടെ മേലേക്ക് കയറിയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഫുട്പാത്തിൽ കൂടെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഈ ഒരു ലേക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു മലകളും കാണാം. ഈ ഒരു ലേക്കിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ബോട്ട് റൈഡ്, നമുക്ക് ബോട്ട് റൈഡ് ബുക്ക് ചെയ്യാം. അപ്പം നമ്മളത് ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഈ ഫുട്പാത്തിൽ കൂടെ നടക്കുക ചെയ്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ലേക്കിൽ കുറേ മീനുകളുണ്ട്. എല്ലാം നല്ല വലിയ വലിയ മീനുകൾ, പിന്നെ അതേപോലെ താറാവ് അല്ലെങ്കിൽ അങ്ങനത്തെ പക്ഷികളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റുന്നില്ല. പക്ഷെ നമുക്കിവിടെ നമ്മുടെ സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ സൈഡിലത്തെ എല്ലാ മീനുകളും കൂടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. അല്ല, എന്ത് ഭംഗിയല്ല. അതായത് ഈ ലേക്കിൻ്റെ ബാക്കിൽ മല, മലയുടെ ബാക്കിൽ ആ ഒരു സായാഹ്ന സൂര്യനൊക്കെ കാണാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്കിംഗ്, അതായത് പാർക്കൊക്കെ ഉണ്ട്, അതായത് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ കുറേ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇതും ഈ ഒരു ഏരിയയിലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ലേശം കോസ്റ്റ്ലിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പോയില്ല. അപ്പം നമ്മൾ ഈ ഒരു കുട്ടികളുടെ കളിക്കണ ഈ ഒരു സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് നടന്ന് കണ്ടു. പിന്നെ അതേപോലെ നല്ല ഒരു മോസ്ക് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ ആ കൽബ, അത് ആ ഒരു സീയുടെ ബോർഡറിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു നല്ലൊരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. വർക്കിംഗ് ക്ലോക്ക് ടവറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എന്നാൽ അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇത് ഈ കൽബയുടെ എൻഡാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ കടലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ താങ്ക് യു.